2 മക്കാബയർ 12-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഇവരുടെ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാക്മ വെള്ളി പിരിച്ചെടുത്തു. പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചുകൊടുത്തു. പുനരുത്ഥാനമുണ്ടാകുമെന്നുറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയിരുന്നെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു. ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി 1786 ജനിച്ചു. മാതാപിതാക്കൾ ഭക്തരായ കർഷകരായിരുന്നു. മത അഭ്യാസനം മർദ്ദന വിധേയമായിരുന്ന കാലത്താണ് ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും. അക്കാലത്ത് രാത്രിയിലാണ് വൈദികർ ഉപദേശവും മറ്റും നൽകിയിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം 1813 ജോൺ സെമിനാരിയിൽ ചേർന്നു. പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റെക്ടർ ലിയോൺസിലെ വികാരി ജനറൽ മോൺ കുർബനെ അറിയിച്ചു. ജനറൽ ചോദിച്ചു, വിയാനി ഭക്തിപൂർവം കൊന്ത ചൊല്ലുമോ? ദൈവഭക്തിയിൽ അവൻ 1-ാം സ്ഥാനത്താണ് എങ്കിൽ വിയാനിക്ക് പട്ടം കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് സമ്മതം നൽകി. 1815 ഓഗസ്റ്റ് 13-ാം തീയതി ജോണിന് പട്ടം നൽകി. 2 വർഷം ബെയ്ലിയുടെ കീഴിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. അനന്തരം ആഴ്സിയിലെ വികാരിയായി. അവിടുത്തെ ജനം കുമ്പസാരവും കുർബാനയുമില്ലാതെ ഡാൻസും മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആഴ്സി ഒരു അനുതാപ കേന്ദ്രമായി മാറി. തണുപ്പുകാലത്ത് 12 മണിക്കൂറും അല്ലാത്തപ്പോൾ 18 മണിക്കൂറും ഫാദർ വിയാനി കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു പോന്നു. ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പച്ചവെള്ളവും മാത്രം. ആഴ്സിയിലെ മാനസാന്തരങ്ങൾ കണ്ട് പ്രകോപിതരായ പിശാചുക്കൾ ഫാദറിന്റെ കട്ടിലിന് തീവച്ചു. കപട ഭക്തനാണെന്ന് മെത്രാന് പരാതി കൊടുത്ത വൈദികർ പോലുമുണ്ടായിരുന്നു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മെത്രാൻ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ ഒരാൾ കുമ്പസാരത്തിന് ചെന്നപ്പോൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ 40 വർഷമായി എന്ന് പറഞ്ഞു. ഫാദർ വിയാനി 43 വർഷമായില്ലേ എന്ന് ചോദിച്ചു. കൃത്യമായ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 20 വർഷത്തിനിടയിൽ 20 ലക്ഷം പേരെ പാപാവസ്ഥയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വൈദികരും മെത്രാന്മാരും അദ്ദേഹത്തിന്റെ കുമ്പസാരക്കൂട്ടിൽ ഉപദേശം വാങ്ങാൻ എത്തിയിട്ടുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് ശരീരം മെലിഞ്ഞതായിരുന്നുവെങ്കിലും നേത്രങ്ങൾ അവസാനം വരെ ദൈവസ്നേഹത്തെ പ്രതിബിംബിച്ചിരുന്നു. 1859 ഓഗസ്റ്റ് 4-ാം തീയതി 73-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1925 അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 160 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് വിളിക്കപ്പെട്ട അദ്ദേഹം വൈദികരുടെ മധ്യസ്ഥനായി അലങ്കരിക്കപ്പെട്ടു. നമുക്കും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാം. അതിനായി പ്രാർത്ഥിക്കാം.
വിക്രമാദിത്യ